സാമൂഹ്യ പ്രക്ഷുബ്ധനും ഇന്ദ്രസുതനുമാണെന്ന് പറയാം. അതാണ് എനിക്കെന്നെ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. ധർമ്മേന്ദ്രനാഥുള്ള പേര് ഞാൻ ഒരിക്കൽ പോലും ഇയാൾ ധർമ്മേന്ദ്രൻ എന്ന് വിളിക്കുന്നില്ല. ബാക്കി ഹിന്ദിയിലുള്ള എല്ലാ നടന്മാരെയും, ദേവാനന്ദ്, പിന്നെ ഷാരൂഖ് ഖാൻ, പിന്നെ അമിതാഭ് ബച്ചൻ, അങ്ങനെ ഹിന്ദിയിലുള്ള എല്ലാ നടന്മാരെയും വെച്ചിട്ടും ഈ ഹനീഫ് കുറയുണ്ട് ഈ ധർമ്മേന്ദ്ര. ഇത് മാത്രം അയാൾ പറയൂല. ഒരു സമയത്ത് ഈ ഹനീഫ് കുറയും, ആ പൈസ കിട്ടിയ പകുതി ഞാൻ മണവാളിന് തരും പറയും. ധർമ്മേന്ദ്ര വാക്ക് മാറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ പേര് ഞാൻ ഇവിടെ കാശ് തരാമെങ്കിൽ തന്തനെ പറയും, ഞാൻ പറ്റി പറയും. അത് കാണുമ്പോൾ ഇപ്പോഴും സങ്കടം എനിക്ക്. ഞാൻ ഓഫ് ചെയ്തിട്ട് പോകും ആ പാട്ട് കാണുമ്പോൾ. അതിലെല്ലാവരും മരിച്ചു. ആ ഞാൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഓരോ സിനിമ കാണുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ പഴയ സിനിമ കാണാൻ പേടിയാണ്. എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമഫോൺ സിനിമയിൽ പുള്ളിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടി. ആ സമയത്തായിരുന്നു. ഓ അത് കാണുമ്പോൾ ഇപ്പോഴും സങ്കടം എനിക്ക്. ഞാൻ ഓഫ് ചെയ്തിട്ട് പോകും ആ പാട്ട് കാണുമ്പോൾ. ഇടക്കിടക്ക് ടി വിയിൽ വരികയും ചെയ്യും. അതിലെല്ലാവരും മരിച്ചുപോയി. ആ ഞാൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ബാക്കി ആരുമില്ല. എരിഞ്ഞോളി മൂസിക്ക, ഗീതാ സലാംക്ക, ഒടുവിലുണ്ണികേഷ് ചേട്ടൻ, മുരളിച്ചേട്ടൻ, പിന്നെ ഞാൻ, ഇത്രയും പേരുള്ള പാട്ടിൽ. അതിലിപ്പോ ആരുമില്ല. അതെ, ആരുണ്ട്, ഒരാളുണ്ട്. അങ്ങനല്ല, ബാക്കി ആരുമില്ല. ഓരോ സിനിമ കാണുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ പഴയ സിനിമ കാണാത്തതാണ്. പേടിയാകാണ്. എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഭയങ്കരമായി സഹകരിച്ചവര്, നമ്മളോട് അടുത്ത് നിന്നവരില്ല. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായവര്, മണി, ഹനീഫ് ഖാ, ഒടുവിലേട്ടൻ എന്നൊക്കെ പറഞ്ഞ, പ്രസാദ് സാറ്, മുരളിച്ചേട്ടൻ, രാജൻ പി ദേവേട്ടൻ, എത്ര പേരാണ്. ഹനീഫ് ഖാ, എത്ര പേര്. ഇപ്പൊ ഷാഫി, ഒരുപാട് പേരല്ലേ. അതെ, ഒരുപാട് പേര് ഇങ്ങനെ. മണി, ഇവരൊന്നും മരിക്കുന്ന സമയത്തല്ല മരിച്ചേക്കണേ. അതാണ്. ഇനിയും ജീവിതം ഒരുപാടുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇവരോട് എല്ലാരോടും ഒരു എന്താ കണക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. നല്ല കണക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാനിപ്പോഴൊന്നും ആരോടായിട്ട് കണക്ഷൻ വെക്കാറില്ല. അപ്പൊ ഞാൻ പോയാലും അവർക്ക് വിഷമമാണ്, അവര് പോയാലും എനിക്ക് വിഷമമാണ്. എന്താ അതെ, ഒരു മീറ്റിംഗ് എല്ലാം ഒരു ഡിറ്റാച്ച്മെന്റിന് വേണ്ടിയുള്ളതാണെന്നുള്ളത് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കേണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതില് ഇപ്പം റീസെന്റ് ആയിട്ട് ഉണ്ടായതാണ് ഷാഫി സാറിന്റെ സംഭവം. അതും കൂടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഷാഫി സാറുമായിട്ടുള്ള മെമ്മറീസ്? ഷാഫിനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് കൊച്ചിൻ അനീഫിക്കയുടെ ഒരു ഓർമ്മകളുണ്ടായിരുന്നു. പിഷാരടി അമൃത ടി വിയിൽ വന്നിരുന്ന പരിപാടി. അപ്പം അത് ആ ഓർമ്മകൾ പങ്കിടാനായിട്ടാണ് ഷാഫിനെ കാണുന്നത്. ഞങ്ങൾ അവിടെ വന്നിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ഷാഫി ഉണ്ടായിരുന്നു, ജോണി ആൻ്റണി ഉണ്ടായിരുന്നു, കോട്ടയം നസീർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അനീഫിക്കായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളുകളുണ്ട്. അപ്പം അനീഫിക്കായിട്ട് കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായിരുന്ന എനിക്കായിരുന്നല്ലോ. ഷാഫിയുടെ പടങ്ങളിലും ഉണ്ടല്ലോ അനീഫ്ക. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം തമാശയൊക്കെ പറഞ്ഞ് യാത്രയായി പോയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഷാഫി ഇങ്ങനെ പോകുന്നു. കാരണം സലിംകുമാർ എന്നൊരു നടനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത് ഒരു 80% ഷാഫിയുടെ ഫിലിംസാണ്. ഒന്നും മറക്കാൻ പറ്റാത്ത അതെ, ആ ക്യാരക്ടേഴ്സ് ഷാഫിയുടെ ഫിലിമാണ്. ഷാഫിയുടെ പടങ്ങളിൽ ഞാൻ അഭിനയിക്കാത്ത വളരെ നിസ്സാര പടങ്ങളിലുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ടു കൺട്രീസ് എന്ന സിനിമയും ഒരെണ്ണം ചെയ്യാനുള്ള. അപ്പോൾ ഷാഫി എന്നെ വിളിച്ച്, ഷാഫി എനിക്ക് വേണ്ട, എനിക്ക് വയ്യ, അതാണ് ചെയ്യാൻ വയ്യ. കാരണം ഇനി നമുക്ക് വിധി കണ്ട് നമുക്കിനി അഭിനയിക്കാമല്ലോ. അതല്ല സനീമ, ഒരു കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് വർക്ക് ചെയ്യും. അത് വേണ്ട ഷാഫി, അങ്ങനത്തെ ഒരു ചെയിൻ വേണ്ട. നമ്മൾ എപ്പോഴായാലും മുറിക്കാനുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചാണ് പറയുന്നത്. എപ്പോഴായാലും നമുക്ക് മുറിക്കാനുള്ളതാണ്. അപ്പോൾ ടു കൺട്രീസിൽ വേറെ ആരെങ്കിലും വെക്ക്. അങ്ങനെ ഹനീഷ് കാരൻ ആ വേഷത്തിൽ വെച്ചത്. അവനെ അത് ഭയങ്കര ഇതായി. പിന്നീട് ഞാൻ ഷാഫിയുടെ പ്രവർത്തനം വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു, ഷെർലക് ഹോംസാ.
ഷെർലക് ആ അതിലഭിനയിച്ചു. ടോംസ് ആ അടുത്ത പടം ഇപ്പൊ വീണ്ടും ഞാൻ വയ്യാണ്ട് ഷാഫി പറഞ്ഞു, സാഫി കഴിഞ്ഞു. കച്ചവടം കഴിഞ്ഞു. അപ്പോൾ ഷാഫിക്ക് എന്നെ എല്ലാ പടത്തിലും സഹകരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഞാൻ നന്നായി ഞാനും തോന്നി. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടാണോ, ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്? അതെ അതെ അതെ, ഒരു സൗഹൃദമുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് ഷാഫിക്ക് മനസ്സിലാവും. ഷാഫിക്ക് മനസ്സിലായാൽ അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഒരു ടെലിപ്പതി അതെ അതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും ഷാഫിക്ക് മനസ്സിലാവുകയും അതിൻ്റെ ഉള്ളുകള്ളികൾ ഞാൻ എന്തിനു വേണ്ടി സ്ഥലക്കും സാമ്പാറൊക്കെ തള്ളിക്കളഞ്ഞ സാധനമാണ്. ആ പക്ഷെ ആ തള്ളിക്കളഞ്ഞാണ് അവര്. ഷാഫി പറഞ്ഞ് അവരൊക്കെ പോട്ടെ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്രൂവ് ചെയ്തില്ല അത്. അങ്ങനെ എന്തോരം തമാശകൾ. എനിക്ക് തലേദിവസം തന്നെ ഷാഫി സ്ക്രിപ്റ്റ് വരും. അസിസ്റ്റന്റിനോട് പറയുക സലീമിനെ കൊണ്ട് കൊടുത്തേക്കട്ടെന്നാണ് സ്ക്രിപ്റ്റ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നു ഷാഫിക്ക് അറിയാം. അത് ആ ഒരു പ്രത്യാശ ഞാൻ നശിപ്പിച്ചിട്ടില്ല. അതൊരു കഴിവാണ്, ഭയങ്കര കഴിവാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഷാഫി. ഇപ്പൊ ഞാൻ കുറച്ച് ഇന്റർവെല്ലാണ് ഞാൻ പറഞ്ഞു ഷാഫിനോട്, ഷാഫി ഞാനിപ്പോ ഇന്റർവെൽ എടുത്തേക്കാണ്, ഇനി ഒരു വർഷത്തോളം കഴിഞ്ഞ് ഞാനൊന്ന് ഉഷാറായിട്ട് വരാൻ. അപ്പൊ ഷാഫി തയ്യാറായിരിക്കണം, എനിക്കൊരു വേഷം തരണം. അപ്പോൾ ഷാഫി പറഞ്ഞു അത് ഒന്ന് പറഞ്ഞാൽ പോരെ, നമ്മൾ ചെയ്യില്ലേ എന്ന് പറഞ്ഞ ആ ഷാഫി ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ധൈര്യമാണ് പോയേക്കണത്. എന്നെ താങ്ങി നിർത്തിയുന്ന ഒരാളെ പോലെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഷാഫി മരിച്ചു എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? എൻ്റെ ഓർമ്മ ഷാഫി പറഞ്ഞ വേറൊരു പടത്തിൽ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞ. മലബാറിൽ നിന്നൊരു മണിമാന സമയത്ത് ഷാഫി അസിസ്റ്റന്റ് ആയിരുന്നു പറയുന്നുണ്ട്, അസോസിയേറ്റ് അസിസ്റ്റന്റ് ആയിരുന്നു പറയുന്നുണ്ട്. കാണുന്നത് തെങ്കാശിപട്ടണത്തിനാണ്. തെങ്കാശിപട്ടണത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അങ്ങനെയാണ് ഷാഫി ആയിട്ട്. പിന്നെ തെങ്കാശിപട്ടണം കഴിഞ്ഞ ലാൽകൃഷ്ണൻ നെക്സ്റ്റ് പടം ആയിരുന്നു വൺ മാൻ ഷോ, അത് ഷാഫി ഡയറക്ടർ ആയിരുന്നു. അതിന് ഞാൻ നല്ല വേഷമാണ് അതിനകത്ത്. നിങ്ങളപ്പോ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴേ ഈ ഒരു റാപ്പോ ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നില്ല, എങ്കിലും ഇഷ്ടമായിരുന്നു. പിന്നെ വന്നതാണ്. അതെ അതെ. ഒരു വീഡിയോ കാണിച്ചു തരാം ഷാഫി സാറിന്റെ. രാത്രി 2 മണിക്ക് ഷൂട്ട് ചെയ്യാം പുലിവാൽക്കല്ലേക്കും. അപ്പോ അടുത്ത സീൻ എന്താ വെച്ചാല് അനീഫ്ക്കും സലീംകുമാറും ഈ ജയസൂര്യയെ കുറിച്ചിട്ട് ഷാമിയുടെ അച്ഛനടുത്ത് പോയിട്ട് എന്തെങ്കിലും കുറ്റം പറയണം. അപ്പോൾ രാത്രി ഈ പറഞ്ഞ സമയത്ത് ഞാൻ സലീമിനോട് പറയാം എന്തെങ്കിലും 2-3 പുതിയ വാക്കുകൾ കണ്ടുപിടിക്കും, ഞാൻ ഈ ഷോട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ആ ഷോട്ട് എടുത്തിട്ട് വന്ന് അടുത്ത ഷോട്ട് വെച്ചപ്പോ പുള്ളി പറഞ്ഞതാണ് എനിക്ക് സാമൂഹ്യ പ്രക്ഷുബ്ധനും വിഞ്ചർസുദ്ധനുമാണെന്ന് പറയാം. അതാണ് എനിക്കെന്നെ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. ഷാഫി എന്തെങ്കിലും കണ്ട ഒപ്പ ഭയങ്കര സൈലന്റ് ആണ് ഷാഫി. ഒരിക്കലും ചൂടായിട്ട് ഞാൻ കണ്ടില്ല ഷാഫി. ചൂടാകേ ഇല്ല, പക്ഷെ ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇത് പറഞ്ഞിട്ട് പോയി ഇപ്പം 3 കണ്ടുപിടിക്കുന്ന പറഞ്ഞിട്ട് പോയി എങ്ങനെ കണ്ടുപിടിക്കും ഷാഫിക്ക്? ഞാൻ എന്തെങ്കിലും ആയിട്ട് കണ്ടുപിടിക്കുന്നു. ആണോ? അപ്പിരുന്നിട്ട് നമുക്ക് ബുക്ക് നോക്കാൻ പറ്റുമോ? പക്ഷെ എത്രത്തോളം തിയേറ്ററുകളിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്ത വാക്കുകളാണെന്നുള്ള ഇനിയുണ്ട് വീഡിയോ, ഇനിയുണ്ട്, കാണിച്ചു തരാം. പറയുന്നത് അതൊരിക്കലും നായകന്റെ സിനിമ അല്ല എന്നാണ് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത്. അത് സലീം കുമാറിന്റെ ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടത് അത്രമാത്രം. പറഞ്ഞ ക്യാരക്ടർ ആദ്യം ശരിക്കും വരുമല്ലോ, സ്ക്രിപ്റ്റ് തരുമല്ലോ. അതാ ഞാൻ ചോദിച്ചത്. എന്നിട്ട് അങ്ങനെ സ്പോട്ടിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഹനീഫ് വേറെ സപ്പോർട്ട് ചെയ്യാൻ ഇതേപോലത്തെ ഒരു മനുഷ്യൻ. നേരത്തെ മുരളിച്ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ കോമഡിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ ഹനീഫ് നിന്ന് തരും അങ്ങട് നായക്കുട്ടിനെ പോലെയൊക്കെ പുള്ളി സ്നേഹിച്ചു കളി അങ്ങട്. ഹനീഫ് ഒരു അസാധ്യ ആർട്ടിസ്റ്റ് അല്ലേ, ആ ഒന്നും വെക്കാനായിട്ട് ആരും ഇല്ലെന്നുള്ളതാണ്, ആ പകരം വെക്കാനായിട്ട്. ഈ പുലിവാൽ കല്യാണത്തിന് വേറെ എന്തെങ്കിലും ഇതുപോലെ ഭയങ്കര ഓർമ്മകളെ ഉള്ളതിനകത്ത് ഈ പേര് ഇങ്ങനെ മാറ്റി പറയുന്നില്ലേ, എന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്റെ അച്ഛന്റെ പേര് വരെ മാറ്റി പറയുന്നുള്ള സംഭവം. അത് ധർമ്മേന്ദ്രൻ പിള്ള പേര്. ഞാൻ ഒരിക്കൽ പോലും ഇയാളെ ധർമ്മേന്ദ്രൻ എന്ന് വിളിക്കുന്നില്ല. ബാക്കി ഹിന്ദിയിലുള്ള എല്ലാ നടന്മാരെയും, ദേവാനന്ദ്, പിന്നെ ഷാരൂഖ് ഖാൻ, പിന്നെ അമിതാഭ് ബച്ചൻ, അങ്ങനെ ഹിന്ദിയിലുള്ള എല്ലാ നടന്മാരെയും വെച്ചിട്ടും ഹനീഫ് പറയുന്നുണ്ട് ഈ ധർമ്മേന്ദ്ര. ഇത് മാത്രമേ പറയൂല. ഒരു സമയത്ത് ഈ ഹനീഫ് പറയും ആ പൈസ കിട്ടുകയാണെങ്കിൽ പകുതി ഞാൻ മണവാളിന് തരുമെന്ന് പറയും. ധർമ്മേന്ദ്ര വാക്ക് മാറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ പേര് ഞാൻ കാശ് തരാമെങ്കിൽ തന്തനെ പറയും, ഞാൻ പറ്റി പറയുന്നുണ്ട്.
അപ്പൊ മണവാളിന്റെ ഒരു ക്യാരക്ടർ അതാണ്. ആ അപ്പൊ ഈ ക്യാരക്ടറിന് ഒരു റെഫറൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലല്ല, അതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത്രക്ക് മുഴുത്ത് നിൽപ്പുണ്ടായില്ല. ആർമാദിക്കായിരുന്നു. ആ ക്യാരക്ടറും സിറ്റുവേഷനൊക്കെ അത് തന്നെയാണ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പേര് മാറ്റി പറയുന്നത്. ഡയലോഗൊക്കെ വായ തോന്നിയായിരുന്നു. അപ്പൊ ഒന്നും പറയലൊന്നും ഇല്ല. എന്താന്ന് വെച്ചാ പറയും, ഈ കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകൾ എങ്ങനെ പിടിച്ചു നിന്നു? അതാണ് കോ ആർട്ടിസ്റ്റുകൾ മത്സരമാണ്, അവരും അവരുടേതായ സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഹ്യൂമർ പടവുമ്പോൾ എല്ലാം എഴുതി വെക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നവ്യ ചേച്ചിയാണോ ആരോ ഒരാള് പറഞ്ഞതിനകത്ത്, കല്യാണരാമനാഥാണെന്ന് തോന്നുന്നു, എന്തോ പറയുമ്പം ലാസ്റ്റ് അതെ അങ്ങനെ തന്നെ. അതല്ല, ഈ കോ ആർട്ടിസ്റ്റ് ഒന്നാമത്തെ കാര്യം കോമഡി ചെയ്യുന്നവരുടെ കൂടെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാ. ഇവര് എപ്പോ സ്പോട്ടിൽ അടിക്കുമോ അത് നമുക്ക് ചിരിക്കാതെ നിന്നും വേണ്ട ഇതാകാൻ. സിനിമയിൽ മമ്മൂക്ക ഭയങ്കര സെന്റിമെന്റ്സ് അടിച്ചിട്ട് ഞാൻ കരയുമ്പോ പുള്ളി ചിരിച്ചുപോയി. ഞാൻ വെറുതെ ഒരു കാര്യമില്ല സെന്റിമെന്റ്സ്, ഞാൻ കരയുന്നുണ്ട്. ഞാൻ മറ്റേ എഴുത്തുകാരനാണ്, മറ്റേ നോവലിസ്റ്റ് സുധാകരൻ മംഗളോദയം. എന്റെ എന്താ ഗസറ്റ് രക്ഷി പോലെ വേറെന്തോ പേരെന്താണ്, ഒരുപാട് പേര് സ്നേഹിച്ച മാല. അപ്പൊ മമ്മൂക്ക് പറഞ്ഞു അവളോടൊന്നും കരയാതിരിക്കാൻ പറഞ്ഞു. ഇത് കൊറേ ടേക്ക് സലീമേട്ടൻ കാരണം പോയിട്ടുണ്ടാവും അല്ലെ? അത് ഇപ്പോഴും ആ ഷോട്ടിൽ ചിരിച്ചിരിക്കണതില് ഈ ആദ്യം അപ്പൊ ഈ സിനിമയിലേക്കൊക്കെ വരത്തില്ലേ, വന്നു കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഫീൽ ഉണ്ടായിരുന്നത്? ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ വരാം. നമുക്കൊരു ഇപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാരും ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ഇതിനകത്ത് ഒരു പെട്ടെന്നൊരു എന്തോ സംഭവിച്ച പോലില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഭയങ്കര കൗതുകത്തിൽ കാണുന്നതാണ് ഒരു സിനിമ കൊട്ടകക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയായിരുന്നു അത് ഉണ്ടായിരുന്നത്? അങ്ങനെ കണ്ടതും ഇപ്പൊ കണ്ടതും ആയിട്ടുള്ള വ്യത്യാസം ഞാൻ പറയാം. അപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാല് അഭിനയിച്ച് അത് ടി വിയിൽ വന്ന് അവിടെയും കണ്ട് ആൾക്കാർക്ക് തയമ്പിച്ചു. അപ്പൊ ഏത് ഇട്ടത്ത് കണ്ടാലും നമ്മൾ മനസ്സിലാവും. കാരണം മെല്ലെ മെല്ലെയാണ് വന്നേക്കണത് അവരുടെ മനസ്സിൽ. ഇപ്പൊ ഒരു സുപ്രഭാതത്തിലാണ്. അപ്പോ ഞാൻ കണ്ടു, അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നൊന്നും വലിയ മെയിൻ ഉണ്ടാവില്ല. പക്ഷെ ആളുകൾ മുഴുവൻ വരുന്നത് ആ സലിംകുമാർ, മറ്റവരുടെ പുള്ളിയുടെ പേരെന്താ, അതും സലിംകുമാറിനുള്ള വ്യത്യാസമുണ്ട്. അതിപ്പോ ഇപ്പൊ അന്നും ഇതായിരുന്ന അവസ്ഥ 100,000 നടന്മാരെയാണ് അവർ കാണുന്നത്. ഇപ്പൊ പണ്ട് അങ്ങനെയല്ല, വളരെ നിസ്സാര പേരെ കാണുന്നുള്ളൂ. അപ്പൊ അവര് മനസ്സിലുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തപ്പം ഒരു ഫീൽ ഉണ്ടാവില്ലേ, എന്നെ മനസ്സിലായോ? പിന്നെ ആദ്യം നോക്കും മനസ്സിലാകാത്ത ദുഃഖമായിരുന്നു. പിന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യം അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവില്ല. ഇപ്പൊ മനസ്സിലാവുന്ന കുഴപ്പമില്ല. ഒരു ജംഗ്ഷനിൽ പച്ചക്കറി വാങ്ങാൻ നിർത്തിയാലും 19 വോട്ട് കൊടുക്കണം. അപ്പൊ പോരാൻ പറ്റില്ല അവിടുന്ന് പെട്ടെന്ന്. എന്നാലും ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് പടങ്ങളാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാവുന്നതിൽ വളരെ കുറച്ചു പേരെയാണ് ആ ജനറേഷൻകാര് തൊട്ട് ഈ ജനറേഷൻകാർക്ക് വരെ നന്നായിട്ട് അറിയാവുന്നത്. അതിലൊരാളാണ് സലീമേട്ടൻ. അപ്പം ഇപ്പൊ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പം ഇത്രയും കഴിഞ്ഞു വന്നിട്ടും നമുക്കിങ്ങനെ ഒരു അപ്രിസിയേഷൻ വരുമ്പം ഇങ്ങനെ തിരിച്ചറിയുമ്പം എന്താണ് ഇപ്പൊ ഉള്ള ഫീലും അപ്പൊ ഉള്ള ഫീലും തമ്മിലുള്ള ഡിഫറൻസ്? അല്ല, ഫീലിംഗ് ഒക്കെ കണക്ക് തന്നെ. ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മരേക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതൊക്കെ മരേക്കും. പിന്നെ നോർമലി ആവും നമ്മൾ അതുമായിട്ട് തന്നെ അങ്ങനെ ആയിപ്പോയല്ലോ. ആരെ കണ്ടാലും അറിയുമല്ലോ, ആരെ കണ്ടാലും ചിരിക്കും നമ്മൾ. ഇത് ചെയ്യും. പണ്ടങ്ങനല്ലോ, ഒരു ഇതാ ഉൾക്കണ്ടായിരുന്നു. പിന്നെ അത് നോർമലി എല്ലാവരുടെ കാര്യം അത്രേ ഉള്ളൂ. ഇത് അറിയോന്നറിയാൻ വേണ്ടി വെളിയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? അങ്ങനെ സിനിമയൊക്കെ എനിക്കങ്ങനെ സമയം കിട്ടിയിട്ടില്ല. നടക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഡബിൾ മീനിങ്ങിൽ പറഞ്ഞിട്ട് ചിരിക്കുന്നത്, അതിനോട് എങ്ങനെയാണ് കാഴ്ചപ്പാട്? ഡബിൾ മീനിങ് വലിയ പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നമാണെന്നൊരു പ്രശ്നമാണ്. പക്ഷെ സ്ട്രെയിറ്റ് പറയുമ്പോൾ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഡബിൾ മീനിങ് എന്ന് വെച്ചാൽ അതിന്റെ ആന്തരാർത്ഥത്തിൽ ഊളിയിട്ടിയാലോ. അത് സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ അത് കുറച്ചൊക്കെ ആളുകൾ ഇത് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഡബിൾ മീനിങ് ആയാലും നമ്മൾ ആ സമയത്ത് ചിരി കിട്ടുമെങ്കിലും പിന്നീട് നമുക്കതൊരു അയ്യോ അത് വേണ്ടി എന്ന് തോന്നും. പക്ഷെ ഞങ്ങൾ ന്യൂ ജനറേഷൻകാർ അപ്പൊ തന്നെ ചോദിക്കും
നല്ല കാര്യമാണ്, ഇല്ലെന്നൊന്നും പറയാനില്ല. താങ്ക് യു സലീം ബ്രോ. ഇപ്പൊ പൂക്കി എന്ന് പറഞ്ഞല്ലോ, പൂക്കി എന്താണ് പൂക്കി എന്ന് പറഞ്ഞത്? അതായത് നമ്മൾക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ നമ്മൾ പൂക്കി എന്ന് വിളിക്കും. മോസ്റ്റ്ലി ഞങ്ങൾക്ക് എല്ലാരും സ്പെഷ്യൽ ആണ്. ഈവൻ ദോ ഞങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിലും സലീം ബ്രോയും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് സലീം ബ്രോയും ഞങ്ങളുടെ പൂക്കി സലീം ബ്രോയാണ്. പൂക്കി ഏത് ലാംഗ്വേജ് ആണത്? അത് കൊറിയൻ. കൊറിയൻ, അതാണ് പ്രശ്നം. എന്താ നമ്മുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളതാണ്. അതെ, ഇതുപോലെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ആ മഹാൻ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ മലയാളം ലാംഗ്വേജിനെ ഇതേപോലെ ആക്കിയെടുത്ത്. അപ്പൊ നിങ്ങൾ കൊറിയയിലേക്കാണ് പോകുന്നത്. കൊറിയൻ ലാംഗ്വേജ് എന്നല്ലേ പറഞ്ഞത്? കൊറിയയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, ബ്രിട്ടനിലേക്ക് പോകുന്നു, UK പോകുന്നു. ഇവിടെ അവരെക്കാൾ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ 4 യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഭാരതത്തിലായിരുന്നു. നളന്ദ, തക്ഷശില, വിക്രംശീല, സാരാനാഥ്. ഈ നളന്ദയിൽ ജീസസ് ക്രൈസ്റ്റ് വരെ വന്ന് പഠിച്ചിട്ടെന്ന് പറയുന്നു. അതിന് ചരിത്രമൊന്നുമില്ല എങ്കിൽ പോലും വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് പഠിച്ച് ഇവിടുത്തെ സംസ്കാരം അവരുടെ നാട്ടിൽ പറിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോഴത്തെ തലമുറ അന്യനാടിൻ്റെ സംസ്കാരമാണ് അവരുടെ സിനിമകളായാലും രചനകളായാലും ഒക്കെ ചെയ്യുന്നത്. അന്യനാടാണ്. നമ്മുടെ കൾച്ചറല്ലേ അത്. ഇപ്പൊ പറഞ്ഞ നമുക്കൊരു സ്നേഹമല്ല, അവരോടും നമ്മൾ സ്നേഹമുണ്ട്, ഇവിടുത്തവരോടും നമ്മൾക്ക് സ്നേഹമുണ്ട്. അവർ സ്നേഹിക്കണമെന്നല്ല, പക്ഷെ വളർത്തേണ്ടത് നമ്മുടെ സംസ്കാരത്തിനല്ലേ. അത് വളർത്താനായിട്ട് തയ്യാറാവുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. സലീമേട്ടൻ ഇത്രയും വളർന്നത് സിനിമ കാരണമല്ലേ? അതെ. എന്നിട്ട് സിനിമ കാണുന്നില്ലെന്ന് പറയുന്നത്? സിനിമയെ കാണാറുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമല്ലേ? പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറയാം, സിനിമ കാണുന്ന നിർബന്ധമൊന്നുമില്ല. സിനിമ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ചാരായ ഷാപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ ചാരായം കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ സിനിമ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവന് ആവശ്യമുണ്ടെങ്കിൽ കാണാം. എന്നാലും നമ്മൾ പുതിയ ട്രെൻഡുകൾ പുതിയതൊക്കെ അറിയണ്ടേ? ട്രെൻഡുകൾ സിനിമ കണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. ഇപ്പോ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നില്ല താങ്കള്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂ. പണ്ട് അങ്ങനെയല്ലല്ലോ. ഇന്റർവ്യൂവിൽ മാറ്റങ്ങൾ വന്നു, എല്ലാ രംഗത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നു, നാട്ടിലൂടെ നടന്നാൽ മതി. എന്നാലും നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല കാണണം എന്നൊരാഗ്രഹം വരത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ള പടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ആവശ്യമില്ലാത്തതാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആവശ്യമുള്ള പടങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ശരി, അതൊക്കെ ഇരിക്കട്ടെ. എന്താണ് ഞങ്ങൾ ന്യൂ ജനറേഷൻകാരോട് സലീമേട്ടന് ഇത്ര ദേഷ്യം? എനിക്ക് ഒരു ദേഷ്യമില്ല. ഈ ന്യൂ ജനറേഷൻ ആരാ? എന്റെ മക്കളാണ് അവര്. എന്റെ മോൻ 2 മക്കളുടെ പ്രായമുള്ള ആൾക്കാരാണ് ഈ ന്യൂജൻ. അവരോട് എനിക്കത് ഞാൻ കാര്യം പറഞ്ഞോളൂ, സത്യമാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് 1% പോലും പൊങ്ങത്തരവില്ല. കാരണം അവരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എല്ലാം തികഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ്. എല്ലാം തികഞ്ഞ സമൂഹത്തിലേക്കാണ് അവരെ പറിച്ചു നട്ടേക്കുന്നത്. അപ്പൊ അവരുടെ മുൻ തലമുറനെ ആദരവോടുകൂടിയാണ് കാണേണ്ടത്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ആണ് ഇവിടെ വരെ എത്തിയത്. അവർക്ക് അത്ര കഷ്ടപ്പാടില്ല. എൻ്റെ മക്കൾ ഇപ്പം ഈ വീട്ടിൽ ഞാൻ 17 വയസ്സിൽ എൻ്റെ വീട്ടിൽ കൊച്ചു കൊച്ചു സാധനങ്ങൾ, ഫാൻ അതേപോലെയൊക്കെ വാങ്ങിക്കണത് ഞാനായിരുന്നു. ഞാൻ മെമ്പർക്കാരനായ പിന്നെ ഞാൻ വന്നപ്പോൾ ടേപ്പ് റെക്കോർഡർ. അപ്പം 19-20 വയസ്സിലാണ് ഈ പറഞ്ഞേക്ക. അമ്മക്ക് ഫാൻ, ഞങ്ങൾക്ക് എടുക്കാനായിട്ട് ഫാൻ, ടേപ്പ് റെക്കോർഡർ, മിക്സി, ഇതൊക്കെ വാങ്ങിക്കുന്നത് ഞാനാണ്. എൻ്റെ മക്കൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അവർ പഠിക്കാനായിട്ടില്ല, എന്നാൽ പോലും അവർക്ക് 27 വയസ്സായി, ഒരാൾക്ക് 25 വയസ്സായി. അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ ഒരു മൊട്ടുസൂചി പോലും വീട്ടിലില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ എല്ലാ മക്കളുടെ കാര്യം. അവരവരുടെ കാര്യം നോക്കി ഇതെന്റെ അമ്മയെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? ആ പാവങ്ങളെ കഷ്ടപ്പെടുന്നു. അപ്പൊ അവരൊന്ന് ബഹുമാനിക്ക വേണ്ടേ? ഞങ്ങൾ ബഹുമാനിക്കാതിരുന്നില്ല. ബഹുമാനിക്കാതിരുന്നല്ലോ, അതല്ല തന്ത വൈബ് മറ്റേ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിയത്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പൂക്കിയല്ല. ഞാൻ സാധാരണ ഒരു പൈങ്കിളിയാണ്. ഞാൻ ആക്ച്വലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്കും സലീം ബ്രോയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടത് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച ഒരു ഗ്യാപ്പിൽ കൂടെ ഗോളടിക്കാൻ നോക്കിയതാ. അപ്പൊ ഞാൻ ഒരിക്കലും ന്യൂജൻ തലമുറക്കൊന്നും എതിരൊന്നുമല്ല. ഞാൻ അവരുടെ കൂടെയാണ്. അവര് നല്ല നല്ല സംഭവങ്ങൾ ചെയ്യട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ന്യൂജൻ പിള്ളേർ ഇങ്ങനെ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല ഒരു കർഷകൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ടെക്നോളജിക്കലി ചെയ്യുന്നുണ്ട്. അതെ, ടെക്നോളജി നല്ല കാര്യം ഇരുന്നു പറഞ്ഞില്ല. നിങ്ങൾ ജീവിക്കും. അല്ലാതെ ഇൻസ്റ്റഗ്രാം
ഇൻസ്റ്റാഗ്രാമിൽ കാശ് വരും. ലാക്സ് ആണ് സമ്പാദിക്കുന്നത്. ഓ ഓ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓ ഓ അതറിയത്തില്ലായിരുന്നു. ഇല്ല എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം. വേണ്ട 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 വേണ്ട, എല്ലാം കേരളീയർ തന്നെ കാണണമല്ലോ. അല്ലെങ്കിൽ തന്നെ എൻ്റെ പരിപാടി ഉണ്ട്, അവർ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും ഞാൻ തന്നെ ഉണ്ട്, അല്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങള് ഈവൻ ദോ ന്യൂ ജനറേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്ക് കോമഡി വേണമെങ്കിൽ ഇപ്പോഴും സലീമേട്ടന്റെ മുഖം തന്നെ വേണം. അതെ, സലീം കുമാറിനല്ല ഞാൻ കണ്ടേക്കണ. ഇപ്പൊ ഇതിൽ ഞാൻ ഇടക്കിടക്ക് ശ്രദ്ധിക്കാറുണ്ട്. അതെ, അതിൽ ഇന്നസെന്റ്, ഇപ്പോൾ ഹരിശ്രീ അശോകൻ, മാമു കോയ, സുരാജ് വെഞ്ഞാറമൂട്, കൊച്ചിൻ അനീഫ് ഖാൻ, ഞാൻ ഇവരുടെയൊക്കെ കോമഡിയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ അനീഫിക്ക മരിച്ചിട്ട് 15 വർഷമാകും പോണു. ഇന്നസെന്റ് ഏട്ടൻ മരിച്ചിട്ട് 2 വർഷത്തോളാവും പോകുന്നു. മാമുക്കോയ മരിച്ചിട്ട് അത്ര വർഷമാകുന്നു. അതെന്താണെന്നറിയാം, അതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ അതിനകത്ത് ഒരു സോൾ ഉണ്ട്. ആ പറയുമ്പം നമുക്ക് കോമഡിക്ക് വേണ്ടിയിട്ട് കുത്തിക്കെറ്റുന്ന പോലെ ഞങ്ങൾക്ക് ആർക്കും തോന്നാറില്ല. അത് ഭയങ്കരമായിട്ട് കറക്റ്റ് ആപ്റ്റ് പോയിന്റ് ആയിട്ട് അടിക്കുന്നത് പോലെയാണ് തോന്നാറ്. അത് ഭയങ്കര ഇവരൊക്കെ ജീവിതത്തിന്റെ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചിരുന്ന ആൾക്കാരാണ്. അനുഭവങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇവരോടും പറയുന്നത് ഞാനതാണ്, നിങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാക്കുക. അതിന് സമൂഹത്തിൽ അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലല്ല നിൽക്കേണ്ടത്. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക. നിങ്ങൾക്കൊരു നടനാവണമെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി കഷ്ടപ്പെടുക, അവിടുത്തെ പൾസറിയുക. അല്ലാണ്ട് ഒരിക്കലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൂടെ ഒന്നും നമുക്കൊരു സംസ്കാരം ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. വെസ്റ്റേൺ സംഭവങ്ങളാണ് അതൊക്കെ. അപ്പം ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെയായാലും മറ്റേതിനൊക്കെ വളരെ ദൈർഘ്യത കുറവുണ്ട്. കാര്യങ്ങളെ പറ്റി അറിയാൻ എന്ത് ന്യൂജനായാലും മമ്മൂട്ടി മോഹൻലാൽ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണത്? സത്യം. അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവർ ചെയ്യാത്ത വേഷങ്ങളില്ല. ഇനി ഇവരത് തെളിയിക്കണം.